പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ ദൈവം മുൻപാകെ നിൽക്കുവാൻ നൽകിയ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു ദൈവത്തോട്. ഉലകം മുഴുവനും സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആ വചന സത്യത്തിൽ ഒരു പങ്കെങ്കിലും അറിയിക്കുക എന്നുള്ള വലിയ ആത്മഭാരത്തോടെയാണ് ഇന്ന് ഞങ്ങൾ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ പ്രത്യേക വിഷയം, ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കാഴ്ചപ്പാട് എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് വിശുദ്ധ വചനത്തിലൂടെ കാണും. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വേദവാക്യം ഇപ്പോൾ നമുക്ക് വായിക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്ന യാത്രയിൽ ശിഷ്യന്മാർ അടുത്തുള്ള ഗോതമ്പ് വയലിനെ കണ്ടിട്ട് തമ്മിൽ പറയുന്ന ഒരു കാര്യമാണ്, 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് പറയുന്ന ആ വസ്തുത യേശു കേട്ടിട്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതായി കാണും എന്ന് പറഞ്ഞു. ഇവിടെ 2 പ്രത്യേക കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. ആ കാഴ്ചപ്പാട് മാത്രമല്ല, അതൊരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമക്കളായ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതൊരു വിശാലതയുടെ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടാണ്. യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് എല്ലായ്പ്പോഴും മേത്തരമായ കാഴ്ചപ്പാടാണ്. മറ്റ് ആർക്കുമില്ലാത്ത വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് യേശുവിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഇന്നത്രയോ ജീവിത അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഉലകത്തിലുള്ള ആളുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്കും അതിൻ്റെ പുറകെ പോകുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശുവിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്കും വെളിച്ചം വീശുന്ന അനുഭവത്തിലേക്കും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആ കാഴ്ചപ്പാട് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് 4 മാസം കഴിഞ്ഞിട്ടാണ് മറുപടി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന് കൊയ്ത്തു വരാൻ പോകുന്നത്. എന്നാൽ യേശു പറയുന്ന വാക്കുകൾ അതിൽ വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾക്കും ഒരുപക്ഷേ നാളുകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കാം മറുപടി നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യേശു പറയുന്നതനുസരിച്ച് ദീർഘനാളുകൾ കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മറുപടി ലഭിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതായി കാണും. വിളഞ്ഞു കിടക്കുന്ന ആ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണോ അല്ലെങ്കിൽ കാഴ്ചപ്പാടാണോ നമുക്ക് ആവശ്യം, അതോ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടാണോ നമുക്ക് ആവശ്യം? അവരുടെ കാഴ്ചപ്പാട് ദീർഘനാളുകളിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഉടനെ തന്നെ, ഇപ്പോൾ തന്നെ മറുപടി, ഇപ്പോൾ തന്നെ വിടുതൽ, ഇപ്പോൾ തന്നെ പാപമോചനം, ഇപ്പോൾ തന്നെ സകലത്തിനും വിടുതലുണ്ട് എന്ന് യേശു പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നാം കടന്നു വന്നാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
യേശു ലോകപ്രകാരമുള്ള ഒരു വയലിനെ പറ്റി അല്ല പറഞ്ഞത്. നേരെ മറിച്ച് ലോക ജനതയാകുന്ന ആ വയലിനെ കുറിച്ചാണ് പറഞ്ഞത്. പാപത്താൽ പഴുത്തു കിടക്കുന്ന ജനതകളെയാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിരന്തരമായി തെറ്റിലും പാപത്തിലും അകപ്പെട്ട് പാപ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോക ജനതകളുടെ നടുവിൽ പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പാപതലത്തിൽ മുഴുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ പാപം പൂർത്തിയായി കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് പിശാച് ഏത് തലത്തിലും ഏതവസരത്തിലും നിങ്ങളുടെ ജീവിതത്തെ നഷ്ടമാക്കി കൊയ്തു കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ ആഗ്രഹം അതല്ല. ആമേൻ. നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കൊണ്ട് അവരെ കൊയ്തെടുക്കുക എന്നത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, നിങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷമെന്ന ആ ദൗത്യം നിറവേറ്റുമ്പോൾ ആമേൻ, പിശാച് അവകാശപ്പെടുത്തിയിരിക്കുന്ന ആമേൻ അല്ലെങ്കിൽ അവൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്ന ജനതകളെ ദൈവ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു നല്ല സംരംഭമാണ് ദൈവവചന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവവചനമെന്ന് പറയുന്നത്. ഈ വചനമാകുന്ന ആ വാൾ ഉപയോഗിച്ച് ഈ ലോകത്തിലെ ഏതു പാപിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെ സന്ധി മജ്ജകളെ വരെ ആമേൻ തുളയ്ക്കുന്നത് വരെ അല്ലെങ്കിൽ വേർവിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുവാൻ ശക്തിയുള്ള വചനമാണ്. അപ്പം അങ്ങനെയുള്ള വചനത്താൽ ഈ പാപികളായ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി യേശുവിലേക്ക് കൊണ്ടുവരുവാനാണ് പ്രിയ കർത്താവിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വയലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളിപ്പോൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ നിരവധി പാപികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവരോട് സുവിശേഷം പറയുവാൻ, അവരോട് ദൈവവചനം പറയുവാൻ, അവരോട് ദൈവം നിങ്ങൾക്ക് ചെയ്ത ആ നന്ദി അല്ലെങ്കിൽ ഉപകാരങ്ങളെ അവരോട് പറയുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആമേൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം, മനംതിരിവ്, ജീവിതം സത്യമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാകും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ഒതുങ്ങി നിൽക്കുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് ദീർഘനാളുകൾക്ക് ശേഷം മറുപടി കിട്ടുമെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ നിങ്ങൾക്കതിൻ്റെ മറുപടി ലഭിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാം കേട്ടത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ വചനം ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏത് തലത്തിലുള്ളയാളായിരുന്നാലും, ഒരു പാപിയായ വ്യക്തിയായിരുന്നാലും, ശാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും, നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും, ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ കഴിവുള്ളവനാണ്. ആ യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ കൈക്കൊള്ളുവാൻ മനസ്സ് തയ്യാറായാൽ ആ യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരികയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ അവൻ സമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യേശു ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നൊരു ഭാഗം നമുക്ക് തിരുവചനത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ യഥാർത്ഥമായി യേശു അവിടേക്ക് ചെല്ലുവാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ പോകേണ്ടി വന്നു എന്നുള്ള ഒരു പദമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാധ്യതകളില്ലാതിരിക്കുമ്പോൾ അവിടെ ഒരു സാധ്യത ഉരുവാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യഹൂദനും ശമര്യനും തമ്മിൽ യാതൊരു സമ്പർക്കമില്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് യേശു ആ വഴിയെ കടന്നുപോയത് അല്ലെങ്കിൽ കടന്നു പോകേണ്ടി വന്നത്. എന്നാൽ പെട്ടെന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ സുഖാർ എന്ന പട്ടണത്തിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം ദൈവത്തിന് ഒരിക്കലും യാദൃശ്ചികമായൊരു സംഭവമല്ല, ഒരുപക്ഷെ മാനുഷികമായ യാദൃശ്ചികമാണെന്ന് തോന്നിയാലും
ദൈവത്തിൻ്റെ മുൻപിൽ അതൊരു യാദൃശികമായിരുന്നില്ല, എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാനുള്ളത് കൊണ്ടാവാം യേശു സുഖാർ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെന്നത്. ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രം പോരാ, നമുക്കതിനെ ഒരു വിശാലതയുടെ ലെവലിലേക്ക് വരണം എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുഖാർ എന്ന പട്ടണത്തിൽ, അല്ലെങ്കിൽ ശമരിയ പട്ടണത്തിലൂടെ യേശു കടന്നു പോകുമ്പോൾ അവിടെ എത്തിയത് സുഖാർ എന്ന പട്ടണത്തിലാണ്. പക്ഷേ പൊതുവെ ശമരിയ പട്ടണം മറ്റുള്ളവരുടെ മുൻപിൽ അവഗണിക്കപ്പെട്ട ഒരു പട്ടണമായിട്ടാണ് കാണുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ട ഒരു പട്ടണമാണ്. അതിലൂടെ അവർ യാത്ര പോലും ചെയ്യാറില്ല. ഒരു പക്ഷേ ഇതുപോലെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടതോ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായോ നിലയിലൂടെ കടന്നു പോകുന്ന ഒരു പട്ടണത്തിലെ ജനവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായിരിക്കത്തില്ല. പക്ഷെ നേരെ മറിച്ച് പുറത്ത് നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് അവഗണിക്കപ്പെട്ടതാണ്. അപ്പം അവഗണിക്കപ്പെട്ട ഒരു പട്ടണത്തിനകത്ത് യേശു കടന്നു ചെന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഇന്നലകളിൽ ഈ പട്ടണത്തിലെ ആളുകൾ അവഹേളിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിനെ പരിഗണിക്കുന്നത് പോലെ അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു കാഴ്ചപ്പാടോടെ യേശു അവിടേക്ക് ചെല്ലുകയാണ്. ആ പട്ടണത്തിൽ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് പേര് പറയുന്നില്ലെങ്കിൽ പോലും ശമരിയ പട്ടണത്തിലെ സ്ത്രീ എന്ന് മാത്രമാണ്. ആ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആളുകൾ രാവിലെയും വൈകിട്ടും ആ ഉറവിൽ നിന്ന്, യാക്കോബിൻ്റെ ഉറവിൽ നിന്ന് വെള്ളം കോരുവാൻ കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ മാത്രം നട്ടുച്ചയ്ക്ക് വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് യേശു ദർശിച്ചു. ഒരുപക്ഷെ ഒരു പട്ടണത്തിലെ ഒരു വ്യക്തിയായിരിക്കാം ദൈവം ഇന്ന് ആമേൻ ആഗ്രഹിക്കുന്നത്. ആ സ്ത്രീയിലൂടെ ഒരു വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ആമേൻ മുൻകൈയെടുക്കുവാൻ ഒരു മുഖാന്തരമായിട്ടാണ് യേശു അവിടേക്ക് ചെന്നത്. പക്ഷേ നട്ടുച്ചയായതുകൊണ്ട് യേശു സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ആ ഉറവിനരികെ ഇരുന്നു. മറ്റൊന്നിനുമായിരുന്നില്ല. തൻ്റെ ഉള്ളിലുള്ള വസ്തുത, യാഥാർത്ഥ്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ, ഇവിടെ വരുന്ന വ്യക്തികളെ ആരായിരുന്നാലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അത്രേ യേശു അതിൻ്റെ അരികിലിരുന്നത്. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത്, നട്ടുച്ചയായപ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് വരുന്നു. ആ സ്ത്രീയോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരുമോ? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിപ്പാൻ തരുമോ? അല്പ വെള്ളം തരുമോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്നാൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, നീ യഹൂദനായിരിക്കെ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് വിഹിതമോ? നമ്മൾ തമ്മിൽ യാതൊരു സമ്പർക്കമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്നോട് വെള്ളം നീ ചോദിച്ചത് എന്തിന് എന്ന അർത്ഥത്തിലാണ് ആ സ്ത്രീ ചോദിച്ചത്. അപ്പം നീ ഒരു യഹൂദൻ എന്ന നിലയിലേക്കാണ് ആ സ്ത്രീ അവിടെ സംബോധന ചെയ്തത്. അല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളമോ ഒരു നാളും ദാഹിക്കയില്ല, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു ഉറവയായി തീരുമെന്ന് യേശു അവളോട് പറഞ്ഞു. ആ സമയം അവളുടെ മനസ്സിൽ അധികമായ സന്തോഷമുണ്ടാകുകയും ആ വെള്ളം എനിക്ക് ലഭിച്ചാൽ ഇനിയും ഇവിടെ വെള്ളം കോരുവാൻ എനിക്ക് വരണ്ട എന്നുള്ള അർത്ഥത്തിൽ യേശുവിനോട് ചോദിക്കുന്നു, ആ വെള്ളം എനിക്ക് തരുമോ? അവിടുത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒഴുക്ക് വെള്ളത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും യേശുവിൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലെ ചിന്തകൾ ആമേൻ ഈ സ്ത്രീയിലേക്ക് കൈമാറണം, അവളിലൂടെ ഈ ദേശം മുഴുവനും സുവിശേഷം അറിയപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അവളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നീ ഒരു യഹൂദൻ എന്നുള്ള തലത്തിലാണ് കണ്ടതെങ്കിൽ, രണ്ടാമത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കാഴ്ചപ്പാട് മാറി. എന്ത്? നീ ഒരു യജമാനനാണെന്ന് രണ്ടാമത് അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവളുടെ കാഴ്ചപ്പാട് മാറി. പക്ഷേ അവളുടെ ധാർമ്മികമായി അധപ്പതിച്ച ഒരു സ്ത്രീയാണെന്ന് അറിയണം. യേശുവിനെ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു സ്ത്രീയാണ്.
സമൂഹത്തിൽ വിലയില്ലാത്തൊരു സ്ത്രീയാണ്. ആരും അവളെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ യേശു അവളെ ഉൾക്കൊള്ളുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ഒരു തെറ്റുകാരിയായോ കുറ്റക്കാരിയായോ വെറുക്കപ്പെട്ടതോ ആമേൻ അങ്ങനെയുള്ള ഒരു ലെവലിൽ മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിരിക്കാം. എന്നെ അറിയുവാൻ ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ അറിയേണ്ടവർ പോലും എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആമേൻ ഒരുപക്ഷെ വഴിമാറി നിൽക്കവേ ഇന്ന് പകൽ ഞാൻ ഈ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ആമേൻ ജീവനേകുവാൻ കഴിയുന്ന ഒരുവനത്രേ നസ്രേനാകുന്ന യേശു. ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ആമേൻ നിങ്ങളുടെ നിന്ദാശക്തികൾ മാറും, നിങ്ങളുടെ അവഗണന മാറും. നിങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന സമൂഹത്തിൽ ഒരു വിലപ്പെട്ട ഒരു മകളായി ദൈവം നിന്നെ മാറ്റുവാൻ തയ്യാറാ, ഒരു മകനായി മാറ്റുവാൻ തയ്യാറാ കേട്ടോ. അവളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത് അവളുടെ കാഴ്ചപ്പാട് നീ യഹൂദൻ എന്നുള്ള ആമേൻ അവരുടെ ശമര്യരുടെ കാഴ്ചപ്പാടായിട്ട് വെളിപ്പെട്ടു. രണ്ടാമതായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യജമാനൻ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവൾ വന്നു. മൂന്നാമതായി ആമേൻ യേശുവിൻ്റെ ചില വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് കേട്ടപ്പോൾ അവളുടെ കാഴ്ചപ്പാട് വീണ്ടും മാറി. എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് ഈ വെള്ളം തരാം, പക്ഷേ ഒരു വ്യവസ്ഥ, ഒരു കണ്ടീഷൻ ഞാൻ വയ്ക്കുന്നു. ആമേൻ എന്താണ്? നീ വീട്ടിലേക്ക് പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക, എന്നാൽ ഞാൻ നിനക്ക് ഈ വെള്ളം തരാം. ഓക്കെ, അവളത് ആ നിലയിൽ കേട്ടുവെങ്കിലും അവൾ ഉടനെ തന്നെ പറഞ്ഞു, ഇല്ല, എനിക്ക് ഭർത്താവില്ല. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് അവളെ നോക്കി തന്നെ പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെയാണ്. 5 ഭർത്താക്കന്മാർ, ആമേൻ, ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ളവനും നിന്റെ ഭർത്താവല്ല. അപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, ഉള്ളിലെ ചില യാഥാർത്ഥ്യങ്ങൾ യേശു അവളോട് വിളിച്ചു പറഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമൈതലേ, ഉലകത്തിൽ അനേക പ്രവാചകന്മാരോ പ്രവാചകിമാരോ ദർശകന്മാരോ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ആമേൻ ലക്ഷ്യം തെറ്റാതെ, ഉന്നം തെറ്റാതെ പ്രവചിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നസ്രേനായ യേശു മാത്രമാണ്. അവളുടെ ഉള്ളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ജീവരഹസ്യത്തെ യേശു അവളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞപ്പോൾ ആമേൻ അവളുടെ ഉള്ളത്തിൽ അത് തട്ടി. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിത സാഹചര്യത്തിൽ ഓടപ്പെട്ട അല്ലെങ്കിൽ യാത്ര ചെയ്ത മേഖലകളെല്ലാം പാപത്തിൻ്റെ തലങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്നിതാ ദൈവം നിന്നോട് പറയുന്നു, കഴിഞ്ഞ കാല തെറ്റുകളെ മറയ്ക്കുവാൻ, കഴിഞ്ഞ നാളുകളിലെ തെറ്റുകളെ പോക്കുവാൻ കഴിവുള്ള ഒരുവനിവിടെ വന്നിട്ടുണ്ട്. നസ്രേനാകുന്ന യേശുവാണ്. ആ യേശുവിനെ കുറിച്ച് ആമേൻ അവൾ കൂടുതലായി അറിഞ്ഞത് അവളുടെ ഉള്ളിലിരിപ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ, അറിഞ്ഞു പറഞ്ഞപ്പോൾ അവൾ അനുദപിക്കുവാൻ തുടങ്ങി. അവളുടെ മനസ്സ് മാനസാന്തരത്തിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. അപ്പോൾ അവൾ മൂന്നാമതായിട്ട് പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. വീണ്ടും സംസാരിച്ചപ്പോൾ നീ ഒരു മശിക ആകുന്നു എന്ന് ഞാൻ അറിയുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ആമേൻ അവൾ കുടം വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിയെത്തിയിട്ട് പട്ടണ നിവാസികളെ മുഴുവനും വിവരമറിയിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള സകലതും എന്നോടറിയിച്ച ഒരു പ്രവാചകനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങളും വന്ന് കാൺമീനെന്ന് പറഞ്ഞ് അവരെയും മാടി വിളിച്ചു. ആമേൻ. അങ്ങനെ പട്ടണം മുഴുവനും ഇളകി യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഒരു സ്ത്രീ നിമിത്തം ഒരു പട്ടണം മുഴുവനും യേശുവിനെ അറിയുവാൻ ഒരവസരം ആ സമയത്തുണ്ടായി. നോക്കുക, അവളുടെ കാഴ്ചപ്പാട് 1 യഹൂദൻ എന്ന കാഴ്ചപ്പാട്, അത് വിശാലതയിലേക്ക് വരികയാണ്. 2 യജമാനൻ എന്ന കാഴ്ചപ്പാട്, 3 മശിക എന്ന കാഴ്ചപ്പാട്, 4 ആമേൻ പ്രവാചകൻ എന്ന കാഴ്ചപ്പാട്, 5 ലോകരക്ഷിതാവെന്ന കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമേൻ, ഇതുവരെ യേശുവിനെ ഉള്ളത്തിൽ ഗുരുവും കർത്താവുമായി ആമേൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ എല്ലാമായ ആ യേശുവിനെ ഉള്ളത്തിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുമോ? കർത്താവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരും.
ആ യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ, ഇതുവരെ ഇല്ലാത്ത ചലനങ്ങൾ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഇന്ന് പക്ഷേ നിങ്ങൾ ഭാരപ്പെടുന്ന ഏതൊരു ഞെരുക്കത്തിലാണോ, ഇടുക്കത്തിലാണോ, ആമേൻ, വിടുതലില്ലായ്മയാണോ, ഏതു പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നാലും നിങ്ങളെ വിടുവിക്കുവാൻ ആ യേശുവിന് കഴിയും. ധാർമ്മികമായി അധപ്പതിച്ച ആ മകളുടെ ജീവിതത്തിന് മാറ്റം വന്നെങ്കിൽ ആമേൻ, ഒരുപക്ഷേ ആമേൻ മദ്യപാനത്തിൻ്റെ അടിമയായ സുഹൃത്തെ, ആമേൻ, ലക്ഷ്യബോധമില്ലാതെ ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ആമേൻ, കേൾക്കുന്ന ആരായിരുന്നാലും കിടക്കയിൽ വസിക്കുന്ന വ്യക്തിയാണോ, ആമേൻ, ഇനിയും പ്രതീക്ഷയില്ല എന്ന് പറയുന്ന വ്യക്തിയാണോ, സ്വർഗം വിളിച്ചു പറയുകയാ, ഇന്ന് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ ഈ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശുവിനാൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിന്റെ കാഴ്ചപ്പാട് മാറുക. ഇന്നലെ വരെ സംരക്ഷിക്കുവാൻ കഴിയാത്ത, ഇന്നലെ വരെ ആരും നിന്നെ വിടുവിക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് നസറേനാകുന്ന യേശു നിന്നെ ഇപ്പോൾ വിടുവിക്കുവാൻ ശക്തനാ. ആ ക്യാൻസറുകൾ മാറ്റുവാൻ, ആ ട്യൂമറുകൾ മാറ്റുവാൻ, ആ പ്രതിസന്ധികൾ മാറ്റുവാൻ, ആമേൻ, അസ്ഥികളുടെ വേദനകൾ മാറ്റുവാൻ, ആ കടഭാരത്തെ മാറ്റുവാൻ കഴിയുന്ന നസറേനായ യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുമോ? അവനിൽ നമുക്ക് പ്രത്യാശിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ! ആ ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? ഇതുവരെയും ഒരു ലക്ഷ്യബോധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റായി ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയുകയാണ്, മടങ്ങി വരിക. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ പിന്മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം, ആമേൻ, തകർന്നു പോയൊരു വ്യക്തിയായിരിക്കാം, ശാപത്തിൽ കിടക്കുന്നൊരു വ്യക്തിയാകാം. ഇനിയും നന്നാകത്തില്ല, ഇനി ഒരിക്കലും മടങ്ങി വരില്ല, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് വരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. പക്ഷേ യേശുവിലേക്ക് നീ മടങ്ങി വാ. യേശുവിലുള്ള കാഴ്ചപ്പാട് ഒന്ന് വലുതാക്കിക്കേ. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് കേവലം ചുരുക്കം മാത്രമായ ആ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ നീണ്ടുപോകുന്ന കാലഘട്ടത്തിലെ കാഴ്ചപ്പാടാണെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ തലപൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തിരിക്കുന്നത് കാണും. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ യേശുവിലേക്ക് നിങ്ങൾ കടന്നു വരുമെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. അവങ്കിലേക്ക് നമുക്ക് നോക്കാം, സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോഴും കൂടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് നല്ലൊരു ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്ത്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറിയുന്ന ദൈവം വിശ്വാസത്തോടുകൂടി ഇരിക്കുന്ന നമുക്ക് ആ സമാരിയ സ്ത്രീയെപ്പോലെ നിങ്ങളുടെയും എൻ്റെയും ഉള്ളറിയുന്ന ആ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുമെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അവൻ്റെ തിരുമുമ്പിൽ നാം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹത്വമുള്ള കർത്താവേ, ഞങ്ങളെ ഇന്ന് ഈ കാര്യത്തിനായി ഒരുക്കി നിർത്തിയ ദൈവനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ ഉള്ളുകളെ അറിയുന്ന മഹത്വമുള്ള കർത്താവ്, അങ്ങയ്ക്ക് യോഗ്യമുള്ളവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ നീ മാറ്റണമേ. തുതികന മഹത്വം എടുത്തുകൊള്ളണം. യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ.